ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അബുദാബിയിലുള്ള ടെമ്പിളിൽ പോവാണ് കേട്ടോ. സംഭവം കുറേ നാളായി അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കണം, നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളും അരുൺ ചേട്ടൻ്റെ ഫാമിലിയായിട്ട് ഇതേ ഒരുമിച്ച് പോവാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ ജാനിക്കുട്ടനെ പട്ടുപാവാടൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സമിതിച്ച് സെറ്റ് സാരി എടുത്തു. അങ്ങനെ എന്തായാലും ഒരു അമ്പലം വൈബ് എന്നെ പിടിച്ചു. ഞങ്ങൾ വന്ന ടൈമിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പയ്യെ ആൾക്കാർ കൂടുന്നുണ്ട്. പിന്നെ ജാനിക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ നാട്ടിൽ നിന്ന് നമുക്ക് കൊടുത്തയച്ചാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൽ വന്നപ്പോൾ ഉപകാരമായി. പുള്ളിക്കാരിക്ക് അതിട്ട് നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, എന്നാലും തപ്പിത്തടഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ വന്നത് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ എൻ്റെ ഭഗവാനെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഇത് ഞാൻ അബുദാബിയിൽ തന്നെയാണോ എന്ന് വിചാരിച്ചു. അത്രയും മനോഹരമായിട്ടുണ്ടായിരുന്നു. എന്തായാലും കാണേണ്ട ഒരു അമ്പലം തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം തിരക്കൊക്കെ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ പോണത് നമ്മുടെ ചപ്പലൊക്കെ വെക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, അവിടേക്കാണ്. കണ്ടോ, ആ റോ ഫുള്ളും നമ്മുടെ ചെരുപ്പൊക്കെ വെക്കാനുള്ള സ്പേസാണ്. സ്നേഹക്കൂടുതൽ കാരണം ജാനയുടെ ചെരുപ്പൊക്കെ ആദ്യം കേട്ടോ എടുത്ത് വെക്കണത്. ഭയങ്കര സ്നേഹമാണ്. കുറച്ച് ഞാൻ പടിയാവും, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ ചപ്പലൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ പയ്യെ കയറാൻ പോവാണ് കേട്ടോ. പിന്നെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെയും വരെ ഉള്ളൂ വീഡിയോഗ്രാഫി അലോഡ്. പിന്നെ അങ്ങോട്ട് അകത്തേക്ക് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഒരു അങ്കിള് ജസ്റ്റ് വീഡിയോ പോലെ എന്തോ ചെയ്തിട്ട് അയാളെ കൊണ്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. കാരണം ഒട്ടും നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. നമുക്ക് അതിൻ്റെ പുറം ഭാഗത്തുള്ള ചുറ്റും വീഡിയോസൊക്കെ എടുത്ത് നടക്കാം, പക്ഷേ അതിൻ്റെ അകത്തേക്ക് കയറിയാൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പാടില്ല. കുട്ടിയായിട്ട് ജാനിക്കുട്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കണേ എൻ്റെ ബാക്കിൽ സ്റ്റെപ്പ് കണ്ടോ, അതാണ് അമ്പലം. അങ്ങോട്ട് കയറണം, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വേഗം അമ്പലത്തിൽ കയറാൻ നോക്കുകയാണേ. നല്ല കാറ്റ്. അമ്പലം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഫുൾ ടൈം. എന്തൊരു രസമാണ്. ഇപ്പോഴല്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇരുട്ടാവുമ്പോൾ ആ ലൈറ്റൊക്കെ എന്താ പറയുക, ഫുൾ ഇരുട്ടല്ലേ, ആ ലൈറ്റ് മാത്രം ഇങ്ങനെ മിന്നിയല്ല കത്തണം കാണാൻ നല്ല പയ്യെ ഇരുട്ടാവാനൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ ഇച്ചിരി കൂടി ഇരുട്ടട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസും അങ്ങനെ എല്ലാം എടുത്ത് അങ്ങനെ റീൽസൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഭയങ്കര തിരക്ക്. നോക്കിയപ്പോൾ നമ്മുടെ അല്ലു അർജുൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഒരു കാരണം വേഗം ആൾക്കാരുണ്ടായിരുന്നു ആ ഭാഗത്ത്. കണ്ടില്ലേ, പുള്ളിക്കാരെ തൊഴുതിട്ട് വേഗം തന്നെ പോയിട്ടാ. ആ നേരം കൂടെ തന്നെ ജാനിക്കുട്ടി ഏട്ടഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. നന്ദി അത്
അങ്ങനെ നേരം ഇരുട്ടായി തുടങ്ങി, കണ്ടോ ലൈറ്റൊക്കെ ഒരു റെഡിഷ് കളറായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ലോണം ഇരുട്ടായിരുന്നേ. ഇവിടെ നിന്ന് അടിയിലേക്കുള്ള വ്യൂവും അടിപൊളിയാണ്, അതുപോലെ അടിയിൽ നിന്ന് മുകളിലേക്കുള്ള വ്യൂവും അടിപൊളിയാണ്. പിന്നെ നമ്മൾ വിടൂലല്ലോ, കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നടന്നു. ഞാൻ അവരുടെ ഫോട്ടോ എടുക്കണതിൻ്റെ ഇടയിൽ കയറി നിന്ന് ഫോട്ടോ എടുത്തു എന്നുള്ള പരാതിയായിരുന്നു അത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രിയായപ്പോൾ അതിൻ്റെ ഭംഗിയുണ്ടോ. പിന്നെ ഈ അമ്പലത്തിനെ പറ്റി പറയുവാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, ഹിസ്റ്റോറിക്കലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഈ ടെമ്പിളിൻ്റെ എക്സ്റ്റീരിയർ തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഫുൾ മറ്റേ വാസ്തുശില്പകലകൾ അങ്ങനെ എല്ലാം കൊത്തി വെച്ചേക്കുവാണ്. നല്ല രസമാണ് അത് കാണാനായിട്ട്. ശരിക്കും ഒരു അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ അമ്പലം തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാന്നൊക്കെ പറയില്ല, അതുപോലെ ഞാൻ കുറച്ച് നേരം അവിടെ നിൽക്കുമായിരുന്നു, കാരണം അത്രയും ഭംഗിയാണ്. നമ്മൾ ദുബായിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് പോയിരിക്കേണ്ട ഒരു അമ്പലമാണ് കേട്ടോ അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ചെരുപ്പ് എടുക്കണ്ടേ, പിന്നെ അതെടുക്കാൻ പോയി. അവിടെയൊക്കെ ഭയങ്കര ക്ലീൻ. പിന്നെ അവിടെ നിന്ന് നമ്മൾ പയ്യെ ഇറങ്ങിയിട്ടാ. അപ്പോഴേക്കും കുട്ടിപ്പട്ടാളത്തിനൊക്കെ വിഷം. അതിൻ്റെ അപ്പുറത്തെ സൈഡ് തന്നെയായിട്ട് നമുക്ക് പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ സമയം പോയിട്ടാ. പിന്നെ ഒരു കാര്യം കൂടി, അത്യാവശ്യം പ്രൈസ് കൂടി ഉണ്ട് കേട്ടാ. പിന്നെ അവർ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. പിന്നെ അപ്പുറത്തെ സൈഡിൽ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് അത്യാവശ്യം തീർന്നു. അത് കാരണം ബാക്കിയുള്ള വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് പ്രസാദം കിട്ടും, അത് കഴിക്കുക. പിന്നെ അവിടെ നിന്ന് ഇതുവരെയായിട്ട് അമ്പലത്തിൽ വരാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസൊക്കെ കാണാം. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.